ചൈനീസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് മുഴുവൻ 43 പോർട്ടുകൾ മുഴുവനും പോവുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ഭയന്നു പോയി. വളരെ വില, കാരണം ഇതിൻ്റെ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന 3 വർഷം കൂടെയുണ്ട്. അതിനുശേഷമാണ് പനാമ കനാൽ കൈമാറാമെന്ന് പറഞ്ഞത്. കാരണം പനാമ ഗവൺമെൻറ് പറഞ്ഞു അതിൻ്റെ ഓപ്പറേഷൻസ് അത് അമേരിക്കയ്ക്ക് കൈമാറാം, അതിൻ്റെ ഉടമസ്ഥാവകാശം പനാമയ്ക്കായിരിക്കും, അതിൻ്റെ ഫീസായിട്ട് അമേരിക്ക പണം തരേണ്ട വെസൽസ്, മറ്റുള്ള വെസൽസ് അവർക്ക് പണം കൊടുക്കണം. ഇതായിരുന്നു പനാമയുടെ ഡിമാൻഡ്. അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ അമേരിക്ക പിന്മാറാൻ തയ്യാറായില്ല. ഒരു കാരണവശാലും ഈ പോർട്ട് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യരുത്, പെട്ടെന്ന് പിന്മാറണം. ട്രംപിൻ്റെ ആ അതിശക്തമായ അറ്റാക്ക്, അതായത് അമേരിക്കൻ ആ ഇനാഗുറേഷൻ സമയത്ത് ഇദ്ദേഹം കൊടുത്ത നേരിട്ടാണ് ചൈനയ്ക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഒരു കാരണവശാൽ അമേരിക്ക ഈ പോർട്ട് ചൈനയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കില്ല. മറ്റുള്ള പോർട്ടുകളെ പറ്റി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള താക്കീതാണ് കൊടുത്തത്. കാരണം ഇവിടെയൊക്കെ അമേരിക്കൻ അസറ്റുകളും പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള പരിപാടി ചൈന ആവിഷ്കരിച്ചപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറിയത്. അപ്പോൾ ഇത് ട്രംപിനാണെങ്കിലും ഡെമോക്രാറ്റ്സിനും കൊടുത്ത അടി വല്ലാതെ അങ്ങ് കയറി അങ്ങ് ഏറ്റു. ഭയന്ന് തന്നെ ഇരിക്കും. കാരണം ചൈനയുടെ ടാരിഫും ഒക്കെ ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് ഗവൺമെൻറ് നിർബന്ധിച്ച് ചൈനീസ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഹച്ചിൻസൺ ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്, പക്ഷെ ഹോങ്കോങ്ങിലാണ് അത്ര ആസ്ഥാനം. ഇതിനെക്കൊണ്ട് മുഴുവൻ സാധനം ഒറ്റയടിക്ക് അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കിന് എഴുതി കൊടുക്കുകയാണ്. അതായത് $21 ബില്യൺ.